ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെറും 3 ചേരുവ കൊണ്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ശർക്കര ഒന്ന് ചീവി എടുത്തതാണ്. ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ച് ശർക്കരയൊക്കെ എടുക്കുക. ഇനി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടെ ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ശർക്കര പാനിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴമാണ് കേട്ടോ വേണ്ടത്. അത്യാവശ്യം വലിയൊരു നേന്ത്രപ്പഴം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്ത പഴമാണ്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ അതാ നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഒട്ടും കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പേസ്റ്റായിട്ട് തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതിൽ ഞാനൊരു 2 ടേബിൾ സ്പൂണോ വെള്ളം കൂടി ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ അതാ നല്ല രീതിയിൽ നല്ല പേസ്റ്റായിട്ട് തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഞാനിവിടെ ഏകദേശം 1 കപ്പോളം ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു പൊടിയിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറിയൊരു ചൂടോടുകൂടെ കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നാൽ നല്ലപോലെ ചൂടൊന്നുമില്ല. നല്ല ചൂടിൽ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ അത് നല്ല രീതിയിൽ ഈ ഒരു ഗോതമ്പ് പൊടി വെന്ത് പോകും കേട്ടോ. അപ്പോൾ ചെറിയൊരു ചൂട് മാത്രം മതി. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് നമ്മൾ 3/4 കപ്പോളം ശർക്കരപ്പാനിയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനൊരു 1/4 കപ്പും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധാ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പൊടിക്കനുസരിച്ചായിരിക്കും കേട്ടോ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം പിന്നീട് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അല്ലാതെ മുഴുവനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ് എടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ലൂസായിട്ട് പോകും. ഇപ്പോൾ ഇതാ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ പഴത്തിൻ്റെ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു പലഹാരം നമ്മൾ ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. ഒട്ടും ഓയിലൊന്നും ചേർക്കുന്നില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് കേട്ടോ. പഴം ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക കേട്ടോ. ആ ഒരു ഗോതമ്പ് പൊടിയുടെ ആ ഒരു മിക്സും പഴവും പാടെ നല്ലപോലെ ഒന്ന് യോജിച്ച് വരണം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ അതാ പഴമൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കേട്ടോ കിട്ടേണ്ടത്. ഒരുപാട് ലൂസും ആവരുത്, അതുപോലെ തന്നെ ഒരുപാട് ടൈറ്റും ആവരുത് കേട്ടോ. ഇതുപോലെ വേണം നമുക്ക് ഈ ഒരു ബാറ്റർ കിട്ടാൻ. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ല മധുരമുള്ള പലഹാരം ആയതുകൊണ്ട് തന്നെ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഏലക്കയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഏലക്ക പൊടിയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2-3 ഏലക്ക എടുത്തിട്ടും ചതച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അല്ലാതെ തന്നെ നല്ലപോലെ സോഫ്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ. അതായത് ഗോതമ്പ് പൊടി നേന്ത്രപ്പഴമാണ്. അപ്പോൾ അതുകൊണ്ട് തയ്യാറാക്കുമ്പോൾ തന്നെ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബാറ്റർ നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. ഇപ്പോൾ അതാ ഉപ്പും ഏലക്കയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ അതാ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പലഹാരം റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലൊരു പാത്രത്തിലാണ്. നമ്മൾ കിണ്ണത്തപ്പൊക്കെ തയ്യാറാക്കി എടുക്കുമല്ലോ അതുപോലത്തെ ഒരു പാത്രത്തിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ആദ്യം തന്നെ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് തടവി കൊടുക്കുക. എന്നാലേ പെട്ടെന്ന് ഇത് വിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ കുറച്ച് നെയ്യാണ് കേട്ടോ ഒന്ന് തടവി കൊടുക്കുന്നത്. അപ്പോൾ പാത്രത്തിൽ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സൈഡ് വശത്തൊക്കെ നല്ല രീതിയിലാക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴേ നമുക്കിത് തണുത്ത് വരുമ്പോൾ ഈ ഒരു പ്ലേറ്റിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ട് ഇതിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മുടെ പാത്രം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം കുറച്ച് തിന്നായിട്ടാണ് കേട്ടോ തയ്യാറാക്കി എടുക്കേണ്ടത്. ചെറിയ പാത്രമൊക്കെ ആണെങ്കിൽ 2 എണ്ണം ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് കുറച്ച് വലിയ പാത്രം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കട്ടിയിലൊന്നുമല്ല കിട്ടുക. കുറച്ച് തിന്നായിട്ടാണ്. അപ്പോൾ അങ്ങനെ വേണം കിട്ടാൻ. അപ്പോഴേ നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് അതുപോലെ തന്നെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് തട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് വെച്ച് കൊടുക്കുന്ന സമയത്ത് വെള്ളം നല്ല രീതിയിൽ ചൂടായിട്ട് ആവി ഇങ്ങനെ വരണം കേട്ടോ. ആ ഒരു സമയത്ത് വേണം ഇത് വെച്ച് കൊടുക്കാൻ.
അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിന് മുകളിലേക്കാണ് കേട്ടോ ഞാനിത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ 5 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു പേപ്പർ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുക. അപ്പോൾ മുകൾ വശം താഴ്വശം ഒരേ രീതിയിൽ കുക്കായിട്ട് കിട്ടും. ആദ്യം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ 15 മിനിറ്റ് ആയപ്പോഴേക്കും തുറന്ന് നോക്കിയപ്പോൾ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുക്കായെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക കേട്ടോ. അപ്പോൾ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ അത് നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, ഒട്ടും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ നല്ലപോലെ ഇത് കുക്കായിട്ടുണ്ട്. നേന്ത്രപ്പഴമൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയതുകൊണ്ട് തന്നെ ഇതൊരു യെല്ലോ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ വേറെ കളറിനൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല കളർഫുൾ ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം. നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡ് വശമൊക്കെ ചെറിയ രീതിയിലൊന്ന് വിട്ടു വരും കേട്ടോ. അപ്പോൾ ഇത് ചെറിയൊരു ചൂടുണ്ട്, എന്നാലും നമുക്കിത് ഇളക്കിയെടുക്കാം. അപ്പോൾ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ അതാ നമ്മുടെ പലഹാരം ഇവിടെ മാറ്റിയെടുത്തിട്ടുണ്ട് പാത്രത്തിൽ നിന്ന്. അപ്പോൾ അതാ കണ്ടോ, ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല, നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് ഷേപ്പിലാണോ കട്ട് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നേന്ത്രപ്പഴമൊക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ അവർക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കറുത്ത് പോയ നേന്ത്രപ്പഴമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. വളരെ സിമ്പിളാണ് ഇത് ചെയ്തെടുക്കാൻ. മെയിനായിട്ട് നമ്മൾ ഇതിലേക്ക് 3 ചേരുവകളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നേന്ത്രപ്പഴം ഗോതമ്പൊടിയും വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണ ചെയ്ത് നോക്കാം കേട്ടോ. വൈകുന്നേരം കുട്ടികൾക്കൊക്കെ ചായക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇനി അതെല്ലാം കുറച്ച് നേരം ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ അതാ ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലൊക്കെ പഴുത്ത് കറുത്ത് പോയ നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പലഹാരമാണ്. പിന്നെ അതുപോലെ തന്നെ ഓയിലൊന്നും ചേർക്കാത്തതുകൊണ്ട് നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.